ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ CEO ആനന്ദ് സാർ പറഞ്ഞു വൈറ്റ് ടീഷർട്ടിൽ നിന്ന് നിങ്ങൾ വൈറ്റ് കോട്ട്സിലേക്ക് പോകാൻ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത് എന്നുള്ളത്, ഞങ്ങളുടെ ടോപ്പേഴ്സ് ഇവിടെ വന്ന ദിവസം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ ആ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക് കയറുന്ന ദിവസങ്ങൾ, ഇനി കൗൺസിലിങ് കാര്യങ്ങൾ അതൊക്കെ ഡ്രീം ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് നമ്മൾ കേട്ടത്. ഈ വർഷം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ഒട്ടും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ലായിരുന്നു. കാരണം ഇപ്രാവശ്യം കഴിഞ്ഞ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ്സും അതിനു മുമ്പ് 2024 ഇഷ്യൂകളും ലീക്കേജും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം ഈ വർഷം ഒരു ഫെയർ കണ്ടക്ഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ again and again and again NTA has just failed us children, just failed us. കാരണം എന്താ നമ്മൾ ഇനി പറയുക ബിയോണ്ട് ദിസ്? നിങ്ങളെ എന്ത് പറഞ്ഞിട്ടാണ് കൺസോൾ ചെയ്യുക? ലൈക്ക് വി ക്യാൻ ഓൺലി ബ്ലെയിം ദ സിസ്റ്റം, റൈറ്റ്? കാരണം ഇത്രയും അധികം ട്വീറ്റും അതും ഇതും ആൻഡ് ഫ്രം ദ ബിഗിനിങ് ഞങ്ങൾ എൻറ്റയർ ബോർഡ് ഓഫ് മെമ്പേഴ്സിനെ ചേഞ്ച് ചെയ്യാണ്, അവർ വരുന്നു ഇവർ വരുന്നു, എന്താ പറയുക, ആർമിയിൽ നിന്നുള്ള ആളുകൾ വരുന്നു, ഹെഡ്സ് ഓഫ് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നു, അവരെയൊക്കെ വെച്ച് ഭയങ്കര വലിയ ബോർഡും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം കണ്ടക്ട് ചെയ്തിട്ട് ആൻഡ് ഫൈനലി അഗെയിൻ ആൻഡ് അഗെയിൻ യു ഹാവ് ഫെയിൽഡ് ദ സ്റ്റുഡൻസ് ഓഫ് ദിസ് കൺട്രി. NTA നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്ത് എക്സ്പ്ലെയിൻ ചെയ്താലും, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും, ഹൗ വിൽ ദാറ്റ് ജസ്റ്റിഫൈ ദ പെയിൻ, ദ ഫീലിംഗ് ഓഫ് ദീസ് ചിൽഡ്രൻ, വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ? The amount of sleepless nights these children has gone through, the amount of pain, the amount of tears, the amount of time, effort, എല്ലാം അതിനൊക്കെ എന്ത് ആൻസറാണ് NTA കൊടുക്കാനുള്ളത്? ആൻഡ് മക്കളെ, നമ്മൾ വാട്ട് ഈസ് ഹാപ്പൻ അങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉറക്കളച്ചിട്ട് നിങ്ങൾ പഠിച്ചുണ്ടാക്കിയ മാർക്കാണിത്. അതിന് ഒരു വാല്യൂ ഇല്ലാണ്ടാവുക എന്ന് പറയുമ്പോൾ ലൈക്ക് ഇറ്റ്സ് റിയലി സാഡ്നിങ്. പക്ഷേ നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? നമുക്കിങ്ങനെ ഇരുന്ന് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്ത് കുറേ ന്യൂസ് ഫോളോ ചെയ്ത് കുറേ സോഷ്യൽ മീഡിയയിലും കുറേ കാര്യങ്ങളൊക്കെ കേട്ട് അവരത് പറയുന്നു ഇവരിത് പറയുന്നു, ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കണം, പ്രൊട്ടസ്റ്റ് ചെയ്യണം. വി ക്യാൻ കീപ് ഓൺ ആൻഡ് ഓൺ. നൗ NTA themselves have come out and said that കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പേപ്പർ ലീക്കേജ് വന്നിട്ടുണ്ട്, അതവർക്ക് മനസ്സിലായി. ഒരു CBI ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പോവാണ്. ആൻഡ് ഓൾസോ എക്സാം വിൽ ബി റീകണ്ടക്റ്റഡ്, റീനീറ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സിന് ഇനി രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. എന്തൊരു ഇതാണ് NTA നമുക്ക് ചെയ്തു തരുന്നത് അല്ലേ? അതേപോലെ തന്നെ ഫീസ് ഓൾറെഡി പേ ചെയ്തവർ ഇനി റീപേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ നിങ്ങളുടെ എക്സാം സിറ്റി, നിങ്ങൾ ഏത് സിറ്റിയാണോ എഴുതാൻ ഓപ്റ്റ് ചെയ്തത് ആ സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ആ സെൻറ്ററിൽ തന്നെ എക്സാം എഴുതാം. അത് ഇനി മാറ്റേണ്ട ആവശ്യമില്ല. മീൻസ് യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് റിമെയിൻസ് ദ സെയിം, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഇൻ അഡീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത ഫീസ് അവർ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. ആൻഡ് അവരവരുടെ ഇൻറ്റേർണൽ റിസോഴ്സസ് വെച്ചിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ലൈക്ക് ഇതൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ ഐ ഫീൽ ഷെയിം ഓൺ മൈസെൽഫ്. എന്താണിത്? ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ്? ആൻഡ് മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി നല്ലൊരു റിസൾട്ടൊക്കെ വന്ന് എക്സാം ഈസി ആയിരുന്നു, ഒരുവിധം സെറ്റായി, അത്യാവശ്യം ഒരു നല്ല മാർക്കൊക്കെ കിട്ടി, ഞാൻ അടുത്ത ലെവലിലേക്ക് പോവാണ്, എൻ്റെ ലൈഫ് സെറ്റാണെന്നുള്ളതിൽ നിന്നവരാണെങ്കിൽ നിങ്ങൾ പഠിച്ചതൊന്നും വേസ്റ്റ് ആയിട്ടില്ല. നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കും നിങ്ങൾ വാങ്ങിച്ച മാർക്കും അത് എവിടെയും ഒന്നും അല്ലാണ്ടായി പോവില്ല. ഓക്കെ, എന്താണെങ്കിലും നമുക്കൊരു 1 month ടൈം ഉണ്ടാവും എക്സാം നടത്താനായിട്ട്. അപ്പോൾ ആ ടൈമിലേക്ക് വിൽ സ്റ്റാർട്ട് പ്രിപ്പയറിങ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. പഠിച്ച എക്സാം കഴിയുമെന്ന് വെച്ചാൽ നമ്മൾ ബുക്കെല്ലാം എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. സോ വിൽ ബ്രഷ് ത്രൂ. പിന്നെ നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. സൈലംസ് എൻറ്റയർ ടീം ഇസ് വിത്ത് യു. ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് മിസ്സിൻ്റെ വോയിസൊക്കെ പോയിരിക്കുകയാണ്. എന്നിട്ട് മിസ് ഇപ്പോൾ ഓടി വന്നത് എന്തിനാ എനിക്കറിയാം. I know what you're going through. I know what's in your heart. I know നമ്മൾ എത്ര കരഞ്ഞ് കഷ്ടപ്പെട്ട് വാശി പിടിച്ച് വീട്ടുകാരൊക്കെ തന്ന ലാസ്റ്റ് ചാൻസ് ആയിരിക്കും നമ്മൾ എങ്ങനെ ഇവിടം വരെ എത്തിയതെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനാണ് ഈ ഓടി വന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നത്. പ്ലീസ് ഡോണ്ട് വറി മക്കളെ, അവർ ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. എന്തൊക്കെ ആണെങ്കിലും അത്രയും ഫെയർ കണ്ടക്ഷൻ, എറർ ഫ്രീ എക്സാം ആയിരിക്കും എന്നൊക്കെ പ്രോമിസ് ചെയ്തിട്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് റിയലി ബാഡ്, റിയലി ബ്രൂട്ടൽ.
പക്ഷെ നമുക്കിപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമുക്കൊരു അനദർ ചാൻസ് വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ജസ്റ്റ് ബ്രഷ് ത്രൂ ദ സിലബസ് ആൻഡ് ലെറ്റ്സ് ഗിവ് അവർ ബെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് എക്സാം. അല്ലാതെ കുറേ സോഷ്യൽ മീഡിയയും കുറേ ന്യൂസും അതും ഇതും ഫോളോ ചെയ്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ മക്കളതെല്ലാവരും ഒന്ന് കേൾക്കോ, ഒന്ന് ശ്രദ്ധിക്കോ. ഇനി അൺനെസസറി ആയിട്ടുള്ള ഡിസ്കഷൻസിന് പോകാണ്ടിരിക്കുക. ആൻഡ് NTA പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിനി ഫീസൊന്നും അടയ്ക്കേണ്ട, അതൊന്നും ഒരു പ്രശ്നമില്ല. രജിസ്ട്രേഷൻ ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫർദർ പ്രൊസീജിയേഴ്സ് അവർ നമ്മളെ അറിയിക്കും. എനിക്ക് മക്കളോടൊരു കാര്യം പറയണ്ടേ, ഒരു സേയിങ് ഉണ്ട്, അതായത് വെൻ ലൈഫ് ഗിവ്സ് യു ലെമൺസ് മേക്ക് ലെമണേഡ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇത് നമുക്ക് ലൈഫ് തന്ന ലെമണാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും നമുക്ക് ലൈഫ് ഇങ്ങനെ ലെമൺസ് തന്നുകൊണ്ടിരിക്കില്ല. എപ്പോഴും നമുക്ക് ലെമണേഡ് ഉണ്ടാക്കാൻ പറ്റില്ല. സോ ലൈഫ് ഹസ് ഗിവൺ യു എ സെക്കൻഡ് ചാൻസ്. സോ ലെറ്റ്സ് മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ആ സേയിങ്ങിൻ്റെ അർത്ഥം എന്താണ്? ലെമൺ എന്ന് പറയുന്നത് ഭയങ്കര പുളിപ്പുള്ള ഒരു സാധനമല്ലേ, ഒരു ഫ്രൂട്ടല്ലേ അല്ലേ? പക്ഷെ അത് വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള ലെമണേഡ് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലൈഫ് നമുക്ക് ബിറ്റർ എക്സ്പീരിയൻസസ് തരുമ്പോൾ നമുക്കത് ഏറ്റവും ബെസ്റ്റായിട്ട് വി ക്യാൻ ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അത് നമ്മളിടുന്ന എഫേർട്ട് പോലെ ഇരിക്കും, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പോലെ ഇരിക്കും. എൻ്റെ മക്കളൊക്കെ നല്ല ഡൗൺ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഈ ലെമൺസ് വെച്ചിട്ട് ലെറ്റ്സ് മേക്ക് ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ലെമണേഡ് ഔട്ട് ഓഫ് ഇറ്റ്. ബിക്കോസ് ഓൾവേസ് റിമെമ്പർ, ലൈഫ് എല്ലാവർക്കും ഇങ്ങനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കില്ല. നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും രീതിയിൽ നീറ്റ് 2026 ഞാൻ നന്നായിട്ട് ചെയ്തില്ല, എനിക്ക് കുറച്ചും കൂടെ അത് ബെറ്റർ ആക്കായിരുന്നു, ആ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും കൂടി നോക്കായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഒന്നും കൂടെ തിരിച്ചു വരാനുള്ള ഒരു കംബാക്കിലേക്കുള്ള ഒരു സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ എടുക്കാം. അപ്പോൾ എൻ്റെ മക്കൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ടെൻഷൻ ആവണ്ടെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. പക്ഷെ പാനിക് ആവരുത്, വേറെ ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്, മിസ് ഇവിടെ തന്നെ ഉണ്ട്, എല്ലാ സപ്പോർട്ടുമായിട്ട് ഉണ്ടാവും. ഇനിയും വീഡിയോസായിട്ട് വരും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക. നമ്മൾ ഇനി ഒരുപാട് സീരീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിലൊക്കെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ സിലബസ് ഫുള്ള് നമുക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് റിവൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പ്ലാൻ സെറ്റാക്കും. അതിലൂടെ നമുക്കൊരു അടിപൊളി റിസൾട്ടിലേക്ക് വരാം. ഓക്കെ, സോ ഡോണ്ട് വറി, പ്ലീസ് സ്റ്റേ ട്യൂൺ ടു സ്റ്റൈലം നീറ്റ് ആൻഡ് സ്റ്റേ ഫോക്കസ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. Good luck.